ഹലോ മലയാളി മക്കളെ, വണക്കം. സത്യം പറഞ്ഞ എപ്പിസോഡ് ഇതൊക്കെ തന്നെയാണല്ലേ വേണ്ടത്. നമ്മുടെ സേതുപതി സാറ് ഉദ്ദേശിച്ച കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. നമുക്ക് സംസാരിക്കണമെന്നുള്ളത് മുഖത്ത് നോക്കി തന്നെ സംസാരിക്കണം. എന്തിനാണ് പിറകിപ്പോയി സംസാരിക്കുന്നത് എന്നുള്ളത് പോലെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. കാരണം എക്സ് കണ്ടസ്റ്റൻ്റ് അതേപോലെയാണ് എല്ലാവരും മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടുള്ളത്. ഉള്ള കാര്യങ്ങൾ ഉള്ള രീതിയിൽ ഉള്ളവരോട് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമായിരുന്നു. പക്ഷെ അത് ഇവർ നിന്നപ്പോൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇവരുടെ അവിടെ നിലനിൽപ്പിന് അത് ഒത്തിരി സഹായമായേനെ അതല്ലേ. ആദ്യം തന്നെ എൻട്രി ചെയ്യുന്നത് വർഷിനി സുനിതയാണ്. അടിപൊളി സുനിത, അടിപൊളി. ജാക്ലിനോട് പറയാൻ ഒരാൾ നിനക്ക് വേണം, വോട്ട് ചെയ്യുന്ന അവരുടെ കൗണ്ട് എവിടെയാണോ കൂടുതൽ അവിടെ നീ ഒട്ടും, അങ്ങനെയല്ലേ കണ്ടുവരുന്നത് എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യയുടെ കോൺട്രിബ്യൂഷൻ എന്നാ, നിൻ്റെ ഈ ഗെയിമിലുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? നീ കുറേ ക്യൂട്ട്നെസ് ഇടുന്നു, അതിടുന്നു ബട്ട് അതർവൈസ് എന്താണ് നീ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വിശാലോട് നീ എന്നടാ ട്രയാങ്കിൾ കളിക്കുവാണോടാ, നീ അത്രയ്ക്ക് വലിയ ലവറാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഗാർഡൻ ഏരിയ വന്നിട്ട് നമ്മുടെ സുനിതയും വിശാലും കൂടെ സംസാരിക്കുകയാണ്. നീ ഭയങ്കര ആളാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഒട്ടിയ ആളുകളെല്ലാം നീ വെളിയിലാക്കില്ല. ആദ്യമേ നീ തർഷികയായിട്ട് ഒട്ടി, അവളെ വെളിയിലാക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അനുഷിതയായിട്ട് ഒട്ടി, അവളെയും വെളിയിലാക്കി. കണ്ടോ, ബാധിക്കപ്പെടുന്നത് ആരാന്ന് നീ നോക്കിയോ? നീ ആരുമായിട്ട് ഒട്ടി, അവരെല്ലാം വെളിയിലും ആക്കി. നിൻ്റെ ഗെയിം ഇതാണോ എന്നൊക്കെ ചോദിക്കും. ഇല്ലടി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അവരോട് എന്താ കാണിച്ചത്? നീ അവളോട് കാണിച്ചതല്ലേ ഇവളോട്. നീ ട്രയാങ്കിൾ കളിക്കുക, കൺമണിയും കത്തിച്ചാവാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ വിശാലുണ്ട്, എനിക്ക് കൺമണിയും വേണം കത്തിജയും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺഫെഷൻ റൂമിൽ നിന്നും ഒരു സൗണ്ട്. രവീന്ദ്രൻ എൻട്രിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പക്കായിട്ട് ഡീസൻ്റായിട്ട് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്യുന്നു എന്ന് വേണം പറയാനായിട്ട്. പിന്നീട് ലിവിങ് ഏരിയ വന്നിട്ട് ഇവരോടെല്ലാം സംസാരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ സീസണാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളാണ്, അത് കാരണം എനിക്കറിയാം നല്ല സീസണാണ് നമ്മുടെ സീസൺ. അതേപോലെ ഒത്തിരി ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത ഒരു സീസണാണ് നമ്മുടെ എന്ന് പറയുന്നുണ്ട്. ദീപക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ ലവ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലവണ്ണം കുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ലൊരു ആക്ടർ, അവനുള്ള എല്ലാ ടെൻഡൻസിയും കാണുന്നുണ്ട്. മേ ബി ഞാൻ തന്നെ നിന്നെ വെച്ചൊരു ഫിലിം ഡയറക്റ്റ് ചെയ്താലും ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്താലും ചെയ്യും. അത്രയ്ക്ക് നല്ലൊരാളാണെന്ന് പറഞ്ഞു. അരുണിനെ നോക്കി പറഞ്ഞാൽ നീ ഇന്നസെൻ്റ് അല്ല, സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ലതാണ്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. റയാനോട് പറയുന്നത് നല്ല ഗെയിമറാണ്. ഈ ഗെയിമർക്ക് നീ എവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? അതിനൊരു അക്ക വര വേണ്ടി ഇருக்கு, എല്ലാ സീസണിലും ഒരു അക്ക വര വേണ്ടി ഇருக்கு, അതേമാതിരി இந்த സീസണിൽ ഒരു അക്ക വന്നിരിക്കാങ്ക, ഗെയിം മാറ്റിയാച്ചു എന്ന് പറയുന്നുണ്ട്. അതേ വിശാലിനോട് പറയുന്നത് ഹീറോ, നിന്നെ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നിന്നെ വേറെ രീതിയിൽ ഞാൻ പറയുന്നില്ല, അവർക്കാണ് കൂടുതൽ നീ ഹൈലൈറ്റ് ചെയ്തത്. അത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ കുറേ ഇമ്പാക്റ്റ് ഉണ്ടാക്കാമായിരുന്നു. അത് നീ ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കൂ. ഒരു എൻ്റർടൈനർ എന്ന രീതിയിലല്ലാതെ അതിനപ്പുറമുണ്ട് ഞാനെന്നുള്ളത് നീ തെളിയിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ജാക്ലിനോട് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നീ നോമിനേറ്റ് വരുന്നുണ്ട്, അത് നീ തരണം ചെയ്യുന്നുണ്ട്. നിൻ്റെ കയ്യിലും എന്തുകൊണ്ട് ജനങ്ങളുടെയിലുണ്ട്, അത് തന്നെ ഫോളോ അപ്പ് ചെയ്തോളാൻ പറയുന്നുണ്ട്. സൗന്ദര്യയോട് പറയുന്നത് സിൻഡ്രല്ലയാണ് ഇവിടുത്തെ എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ നിനക്ക് കളിക്കാൻ പറ്റും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമല്ല നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെയും കളിക്കാൻ പറ്റും, നീ ഒറ്റയ്ക്ക് കളിക്കുക എന്ന് പറയുന്നുണ്ട്. പവിത്രയോട് നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മുത്തുക്കുമാറിനോട് പറയുന്നത് നല്ലൊരു പ്ലെയറാണ്, ഇൻസ്പയറിങ് പേഴ്സണാണ് മറ്റുള്ളവർക്ക്. നീ നമ്മുടെ സ്ലാങ്ങിൻ്റെ എല്ലാവർക്കും എടുത്ത് കാണിക്കുന്ന ആ സ്ലാങ് എങ്ങനെ കൊണ്ടുപോകണം, അതെങ്ങനെ കൈകാര്യം, ഇത്ര അധികം കാര്യങ്ങളുണ്ട് നമ്മുടെ സ്ലാങ്ങിൽ. അത് ഒട്ടും കളയാതെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ സ്ലാങ് എപ്പോഴും നിലനിൽക്കണം എന്നുള്ളതൊക്കെ എടുത്ത് കാണിച്ച് എല്ലാവരും ഇൻസ്പയറിങ് ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട് മുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ റിയയുടെ എൻട്രി മെയിൻ ഡോർ വഴി കേട്ടോ. ഒരാൾക്കും ഹെയ്റ്റ് ആവാത്ത രീതിയിലാണ് രവീന്ദ്രൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. റിയ വരുന്നുണ്ട്. റിയ വന്നതിന് റിയയ്ക്ക് ഒരു ടാസ്ക്കാണ് കൊടുക്കുന്നത്. അതായത് ഗെയിം ഈസ് ഓവർ എന്ന് വിചാരിക്കുന്ന 3 പേർക്ക് ഇത് കൊടുക്കാൻ പറയുന്നുണ്ട്. പവിത്രയ്ക്ക് കൊടുക്കുന്നത് ഗെയിം നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ല, തീർന്നു. കാരണം ഒരു പാവമാണ്, വന്നപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പാവമാണ്, പക്ഷേ ഇപ്പോൾ ഗെയിം കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. വിശാലിനോടും പറയുന്നുണ്ട് നിൻ്റെ ഗെയിം കഴിഞ്ഞിരിക്കുകയെന്ന്. കാരണം അൻഷിത പോയതോടുകൂടി നീ ഡൗൺ ആണെന്ന് പറയുന്നുണ്ട്. അരുണിനോട് പറയുന്നുണ്ട് ആദ്യം അരുണ് ഡൗൺ ആയിരുന്നു, പിന്നീട് നമ്മുടെ ഞങ്ങളെപ്പോലുള്ളവർ വന്നപ്പം പിന്നെ പവറായി, പക്ഷേ ഇപ്പോൾ വീണ്ടും ഡൗൺ ആവുന്ന പോലെ തോന്നുന്നു, അതാണ് ഗെയിം ഓവറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരുണ് പറയണേ ഞാൻ ഇപ്പോൾ പവർ ആവാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് കഴിയുമ്പം മുത്തുക്കുമാറിന് ഒരു മെഡലാണ് കൊടുക്കുന്നത്. കാരണം ഞാൻ പോയപ്പം മുത്തുക്കുമാർ എനിക്ക് തന്നതാണ്, പക്ഷേ ഇത് 2 പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതേപോലെയാണ് ഇന്നലെ മുത്തുക്കുമാറും
എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാറിയപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. രണ്ടായിട്ട് ഉടഞ്ഞ പോലെ തന്നെ ഇത് കയ്യെ വെക്കുക, ഒരിക്കലും ഓടരുത് എന്ന് പറഞ്ഞ് കയ്യെ കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ റിയയും വിശാലും വന്നിട്ട് സംസാരിക്കുകയാണ്. തർഷിക ഗെയിമിനെ നീ ഇല്ലാതാക്കി, അതേപോലെയാണ് നമുക്ക് കാണുന്നത്. അതേപോലെ തർഷിക പോയ ഉടനെ അവൾ മെയിൻ ഡോർ വഴി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, നീ അൻഷിതയുടെ അടുത്ത് കൂട്ടുകൂടി. അതേ സെയിം, അതായത് തർഷികയോടെ എന്തൊക്കെയാണ് നീ ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് അൻഷിതയോടും ചെയ്തത്. അത് വെളിയിൽ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വേറൊരു രീതിയിലാണെന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ മെയിൻ ഡോർ വഴി അർണവും ദർശയും കൂടിയാണ് കേട്ടോ എൻട്രി ചെയ്യുന്നത്. അടിപൊളി എൻട്രി ആയിരുന്നു കേട്ടോ. ദർശ പറയണം, മുത്തുക്കുമനോട് പറയാം, ഞാൻ കുറേ ക്വസ്റ്റ്യൻസോ എനിക്ക് ചോദിക്കണം, അപ്പോൾ ഒക്കെ ചോദിക്കാൻ പറ്റത്തില്ല എന്ന് ഇപ്പം ഞാൻ ചോദിക്കുന്നത്. കുറേ നിങ്ങൾ ആ ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതിലൊക്കെ ബേസിലാണ് ഞാൻ എനിക്ക് കളിക്കാൻ അറിയത്തില്ല, എന്നാൽ ഇത് പെണ്ണ് ചുമ്മാ ഇരിക്കാനും അറിയത്തില്ല എന്നല്ലേ മുത്തുക്കുമാർ പറഞ്ഞിട്ട്. എനിക്ക് മുത്തു, നിന്നെപ്പോലെ കളിക്കാൻ അറിയത്തില്ല, നിന്നെപ്പോലെ സംസാരിക്കാൻ അറിയില്ല, വീട്ടിൽ നിന്നൊന്നും ആൾക്കാരെ ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കായിട്ടാണ് വന്നെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ആൾക്കാരെയൊക്കെ കൊണ്ടുതരാം എന്ന് ദർശ പറഞ്ഞിട്ട്. സത്യത്തിൽ ദർശ നല്ല മാറ്റമുണ്ട് കേട്ടോ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അരുണിനോട് പറഞ്ഞ സീരിയലിൽ ആക്ട് ചെയ്ത തന്നെ ആണ് ഇപ്പോഴും നിങ്ങൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴാണോ നിങ്ങളെ റീൽ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. വിശാലിനോട് കൂടെ ആരുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ടാണോ എന്നെ വിളിച്ച് നീ കയറി വരാൻ പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി വെച്ചിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത്. ജാക്ലിനോട് ഇവരെല്ലാം ഒത്തിരി പേര് പിന്നാടി പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നീ മാത്രം എൻ്റെ ഫ്രണ്ടിൽ വന്ന് സംസാരിച്ചെങ്കിലും പിന്നാടി പോയി സംസാരിച്ചില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിന്നെ ഞാൻ ലാസ്റ്റ് വരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ ആയിരുന്നു റിയൽ, സോറി എന്നാണ് പറയുന്നത്. പവിത്രയോട് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, നീ അഭിനയിക്കുവാണോ ഇല്ലയോ എന്ന് പോലും എനിക്കിപ്പോഴും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി അടുത്ത അർണവ് സംസാരിക്കുകയാണ്. അർണവ് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് റിയ ചോദിക്കണം, ഇവിടെ വെച്ച് ഞങ്ങളോടെല്ലാം നന്നായിട്ട് സംസാരിച്ചിട്ട് സ്റ്റേജിൽ പോയി ഞങ്ങൾ റോസ്റ്റ് ഇല്ല, അത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അതിന് തൊട്ട് മുന്നെയാണ് സെമ്പുതൂക്കി അങ്ങനെയുള്ള കുറേ പട്ടപ്പേര് കിട്ടിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് നിങ്ങളോട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് നിൽക്കുന്നതിന് മുന്നേ ഞാൻ ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇതിൽ ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാണോ മറ്റേ റയാനോട് TTF വിൻ ചെയ്തതിന് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പറയുന്നത് എവിടെ സൗന്ദര്യയോട് അങ്ങനെ കാല് ഇരിക്കരുതെന്ന് പറഞ്ഞു. അവൻ്റെ പേരെന്നാ സത്യ, ശരി എപ്പോഴും തടവി ഓട്ടിയിരിക്കത്തില്ല, അവൻ്റെ പേരെന്നാ ജഫ്രിയ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹേറ്റായി. എല്ലാവരും കൂടുതൽ ആർഗ്യുമെൻറ്റും കാര്യങ്ങളും. പക്ഷേ നമ്മൾ ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കുറച്ച് വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ വയ്ക്കണം. പിന്നെ അവർ എക്സ് കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയില്ല, അതിന് വോൺ കിട്ടാൻ വെളിയിലാക്കാം. നമ്മുടെയൊക്കെ മലയാളത്തിൽ റോബിൻ വന്ന് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചപ്പോഴാണ് റോബിനെ വാൺ ചെയ്തിട്ട് ഏറ്റവും അവസാനം ബിഗ് ബോസിന് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ എക്സ് കണ്ടസ്റ്റൻ്റ് വന്നത്. അതേപോലെ തന്നെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ബിഗ് ബോസ് വാൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒത്തിരി കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം ബിഗ് ബോസാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ ബേസിൽ രണ്ടാമത്തെ ഒരു എൻട്രിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറയാൻ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും. കാരണം സൗന്ദര്യയോട് കാണിച്ച സത്യയുടെ അപ്രോച്ചും ഒന്നും ശരിയല്ലായിരുന്നല്ലോ. പിന്നെ ജെഫ്രിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാൽ അവർ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ എല്ലാവരുടെ അടുക്കും മിങ്കിൾ ചെയ്തിരുന്നത് നമ്മൾ പല കണ്ണിൽ കാണുമ്പോൾ അത് പല രീതിയിലാണ് കാണുന്നത്, ഫ്ലെക്സിബിൾ ആകുന്നത്, അത് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം അത് പല കണ്ണി കാണിക്കുമ്പോൾ അത് പല വിധത്തിലിരിക്കും അല്ലേ. പലരും നമ്മൾ കമൻറ്റ് ബോക്സ് വിജയ് TVയിലെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഓരോ വീഡിയോയുടെ അടിയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെ കമൻസാണ് വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഹൗസ് മേറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ആർഗ്യുമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അർണവ് പിന്നെ മുത്തുക്കുമാരോട് നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന്, മുത്തുക്കുമാരോട് നന്നായിട്ട് കളിക്കുന്നവരെ ഞാൻ രണ്ടുപേരെ അപ്രീഷിയേറ്റ് ചെയ്യുകയെന്ന് പറയുന്നുണ്ട്. ദീപക്കിനോട് നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റാണ്, ഇവർ രണ്ടിനെ പറയുന്നുണ്ട്. സൗന്ദര്യോട് പറയുന്നുണ്ട് നന്നായിട്ട് നീ കളിക്കുന്നുണ്ട്. ജാക്കലിനോട് നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പവിത്രയോട് സാക്രിഫൈസ് ചെയ്ത് കളിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അരുണിനോട് ചിലയിടങ്ങളിൽ കറക്റ്റ് നീ ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട്. വിശാലിനോട് പറയണത് നീ എന്നെ ഫ്രണ്ട്ഷിപ്പാണോ ലവാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അതിന് ഇൻവിറ്റേഷൻ അയക്കാമെന്ന് പറയാം, അല്ല ഞങ്ങൾക്ക് ക്ലിയർ ആവണ്ടേ എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ അരുണ് സെമ്പുതൂക്കി എന്നും വിശാലിന് നല്ലവൻ മന്മഥൻ എന്നൊക്കെ പേരും കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും കണ്ണിലൊന്ന്
ഗ്രൂപ്പിൽ അവരുടെ കണ്ണിൽ വിരലിട്ടാട്ടണം ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരുൺ എന്നിട്ട് പറഞ്ഞ ഈ 93 ദിവസങ്ങളിൽ ഞാൻ പഠിച്ചിട്ടില്ല, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നീ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് സാച്ചിനെയും ശിവകുമാർ എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പം ഫ്രണ്ട്സിനെ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ആരാണ്? ശിവകുമാർ സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നത് ജാക്ലിൻ എന്ന് പറയുന്നത് ലവ് മാത്രം കണ്ടന്റ് കൊണ്ട് നടക്കുന്ന ആരാണ്? വിശാൽ. വിശ്വാസം കൂടുതൽ എല്ലാവരെയും കാണിക്കുന്ന ആരാണ്? മുത്തുക്കുമാർ. ഒന്നും ചെയ്യാത്ത ആരാണ്? പവിത്ര. അതേപോലെ ക്യൂട്ട്നെസ് കാണിക്കുന്നതാണ് സൗന്ദര്യ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ദീപക എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരു ബോട്ടിൽ നിന്ന് കുറച്ച് കാർഡ് ഇട്ടിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. സാച്ചിനെ പറയുന്നത് ജാക്ലിൻ എന്ന് പറയുന്ന ചൈൽഡിഷ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ നടിക്കുന്ന ആളാണ് അരുൺ എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നുണ്ട്. അപ്പം ശിവകുമാരോട് നീ ഇത്രയും കാര്യങ്ങൾ പറയാൻ എന്താ കാര്യം? അത് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് വന്ന കുറച്ച് കമന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് കഴിയുമ്പം വർഷിനി എന്നിട്ട് പറയണേ മിഡ് വീക്ക് എവിക്ഷനുണ്ട്, അത് നടത്തുന്നത് ഞങ്ങളാണെന്നും പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ വിശാലും സാച്ചിനും കൂടെ അതായത് മറ്റേ തർഷികയുടെയും അൻഷിതയുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ അത് അവർക്കൊരു സ്പേസ് കൊടുത്താണോണ്ടല്ലേ അങ്ങനെ വരുന്നത്, നീ സ്പേസ് കൊടുക്കാൻ നോ പറഞ്ഞ് നീ കുഴപ്പമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പ്ലേ ബോയ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം വിശാൽ പറഞ്ഞ് ആരെന്നാ പറഞ്ഞാലും ഞാൻ അഫക്റ്റ് ആവില്ലെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വിശാൽ തകർന്നു പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തകർന്ന് ഗാർഡനിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവരെ തകർക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതായത് ബാക്കി നമ്മുടെ ബാലൻസ് ഉള്ള കണ്ടസ്റ്റൻസ് അതായത് ജാക്ലിന് റയാനൊക്കെ വന്നിട്ട് പറയാം, എടാ അതിനാണ് അവർ വന്നിരിക്കുന്നത്, അത് അവർ കൃത്യമായിട്ട് ചെയ്യുകയാണ്, നീ തകരാതിരിക്കുക, നിനക്ക് നിന്നെപ്പറ്റി അറിയില്ല, വെളിയിൽ ഇറങ്ങിയതും അവർക്ക് അതിൻ്റെതുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക, അതർവൈസ് നത്തിങ് എൽസ്, നീ അത് ചെയ്യാതെ നീ നിൻ്റെ ഗെയിമാണ് നോക്കണം, അവർക്ക് ആൻസറെ കൊടുക്കാൻ നിൽക്കാതെ നീ നിൻ്റെ ഗെയിം 2 ആഴ്ചയിലെ ഗെയിമാണ് നീ കളിക്കുക, അത് കളി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്, നീ ഗെയിമിന് മാത്രം ഓർക്കുക, വേറൊന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അടിയും പിടിയും ഒക്കെ കൂടുമെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. വിജയ് സേതുപതി സാർ പറയുന്നത് ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള സംസാരമാണ് ഈ സീസണിലെ കുറച്ച് വ്യക്തികൾക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ എന്തൊക്കെ കാണിച്ചു കൂട്ടും, അടി ഉണ്ടാക്കുമോ വഴക്കുണ്ടാക്കുമോ എന്നൊക്കെ കണ്ടറിയാൻ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.